മഴയുടെ ശബ്ദം ചിലപ്പോൾ ശാന്തത തരുന്നു, ചിലപ്പോൾ മറച്ചു വെക്കുന്ന സത്യങ്ങൾ പുറത്തെടുക്കുന്നു. ജീവിതത്തിൽ ചില ബന്ധങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ തെറ്റിദ്ധാരണകൾ പെടുന്നു. വെൽക്കം ടു അവർ സ്റ്റോറി രാക്ഷസവേദ എപ്പിസോഡ് 8. വീട്ടിലെത്തിയ വേദ ഉടനെ മുറിയിലേക്ക് കയറി. മിററിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. കണ്ണുകൾ സ്വന്തം പ്രതിബിംബത്തിലേക്ക്, പക്ഷേ മനസ്സ് ദക്ഷൻ്റെ അടുത്തേക്കും. എങ്ങനെ അവനെ ഇംപ്രസ് ചെയ്യും? അവൾ സ്വയം ചോദിച്ചു. അവളുടെ കൈകൾ മുടിയിലൂടെ നീങ്ങി. ഒന്ന് ലൂസായിടണോ, അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ കെട്ടിവെക്കണോ? അപ്പോഴാണ് പിന്നിൽ നിന്നൊരു ശബ്ദം. ഓഹോ, ഇപ്പോഴേ സ്വപ്നം കാണുകയാണോ? ഗൗരി. വേദ തിരിഞ്ഞ് അവളെ നോക്കി. ഗൗരി പ്ലീസ്, ഇപ്പോൾ എനിക്ക് മൂടില്ല. അയ്യോ, സീരിയസ് ആണല്ലേ? അർജുൻ ചേട്ടനെ ഇംപ്രസ് ചെയ്യാൻ പ്ലാൻ ഇടുവാണോ? അവളുടെ കളിയാക്കൽ കേട്ട് വേദയുടെ മുഖം ചുവന്നു. നീ ഒന്ന് പോയേ, അവൾ പറഞ്ഞു. എനിക്കും ഇതുപോലൊരു സമയം വരും, നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗരി പുറത്തേക്ക് പോയി. പക്ഷേ വേദയുടെ കൺഫ്യൂഷൻ കൂടുകയായിരുന്നു. അതേസമയം അഞ്ജലിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ആദി, നാളെ എനിക്ക് നിന്നോടൊരു സീരിയസ് കാര്യം പറയണം. മീറ്റ് ചെയ്യാൻ ഒക്കുമോ? അഞ്ജലി നിശബ്ദമായി. ഹൃദയം അല്പം വേഗത്തിൽ മിടിച്ചു. അഞ്ജലി ഓക്കെ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ നിന്ന് മാറി ഒരു കഫേ. ഒഴിഞ്ഞൊരു കോണിൽ ആരും അധികം ശ്രദ്ധിക്കാത്ത സ്ഥലത്ത് നേഹയും അർജുനും ഇരിക്കുകയായിരുന്നു. എവറിത്തിങ് ഷുഡ് ഗോ ആസ് വി പ്ലാൻഡ്. നേഹയുടെ കണ്ണുകളിൽ ഒരു ചതിയുടെ തെളിച്ചം. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നീ പ്രോജക്റ്റ് കൊളാബറേഷൻ എക്സിക്യൂട്ട് ചെയ്തു. നേഹ കപ്പ് നിശബ്ദമായി ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ദക്ഷിൻ്റെ തകർച്ച. അർജുൻ കണ്ണുകൾ ചെറുതാക്കി നോക്കി. എനിക്കിതിൽ എന്താണ് ലാഭം? നേഹ ചിരിച്ചു. ആ ചിരിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ക്രൂര മനോഭാവം. നിന്റെ കമ്പനി പ്രോഫിറ്റ് ഉയരും. നിനക്ക് വേണ്ടിയിരുന്ന വേദ നിന്റെ കയ്യിലേക്ക് തന്നെ എത്തും. അർജുൻ അല്പം കുഴഞ്ഞു. എങ്ങനെ? സിമ്പിൾ. നേഹ മുന്നോട്ട് നീങ്ങി. ഈ പ്രോജക്റ്റ് ലോസ് നമ്മൾ വേദയുടെ തലയിലിടും. DK അസോസിയേറ്റ്സിൽ നിന്നല്ല, ദക്ഷിൻ്റെ മനസ്സിൽ നിന്ന് പോലും അവൾ ഇറങ്ങും. ഒരു നിമിഷം നിശബ്ദത. അവരുടെ ഇടയിൽ ഡേഞ്ചറസ് പ്ലാൻ സെറ്റിലായി. ഓഫീസിൽ വേദയുടെ മുന്നിൽ ഒരു ഫയലെത്തി. CEO സാറിൻ്റെ സൈൻ വേണം. അവൾ എഴുന്നേറ്റ് ക്യാബിനിലേക്ക് പോകുമ്പോൾ വെയിറ്റ്. അഞ്ജലി അവളെ നിർത്തി. ഇങ്ങനെ പോകാൻ പാടില്ല. അവൾ വേദയുടെ ഹെയർ ബൺ അടിച്ചു. മുടി സ്വതന്ത്രമായി താഴേക്ക് വീണു. നൗ ദിസ് ലുക്സ് നൈസ്. വേദ അല്പം നെർവസായി. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് കൂടി. ദക്ഷിൻ്റെ ക്യാബിൻ. വേദ അകത്തേക്ക് കയറി. ദക്ഷ് തല ഉയർത്തി നോക്കിയപ്പോൾ അവളുടെ ലൂസ് ഹെയർ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം അവൻ്റെ കോൺസെൻട്രേഷൻ പോയി. ഫയൽ. അവൾ മുന്നോട്ട് നീട്ടി. അവൻ ഫയലെടുത്തെങ്കിലും കണ്ണുകൾ വേദയിൽ തന്നെ. ക്രോസ് ചെക്ക് ചെയ്യണം. അവൻ പറഞ്ഞത് അവളെ കുറച്ചുകൂടി അവിടെ നിർത്താൻ മാത്രം. വേദ ഫയലിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മുടിയുടെ കുറച്ചിഴകൾ മുഖത്തേക്ക് വീണു. അവൾ അത് മാറ്റിവെച്ചു. പിന്നെയും വീണു. ആ നിമിഷം ദക്ഷ് തൻ്റെ കൈ ഉയർത്തി വേദയുടെ കവിളിനരികിലെ മുടിയിഴകൾ സൗമ്യമായി മാറ്റി. ഒരു നിമിഷം രണ്ടുപേരും നിശ്ചലമായി. അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി. ഇരുവരുടെയും ഹൃദയങ്ങൾ വേഗതയിലായി. പുറത്ത് ആരോ ഡോറിൽ മുട്ടുന്നു. ആ ശബ്ദം അവരെ തിരിച്ചു കൊണ്ടുവന്നു. രണ്ടുപേരും പെട്ടെന്ന് മാറി. വേദ പിന്നോട്ട് മാറി. സർ, ഫയൽ. വാക്കുകൾ പോലും ശരിയായി വരുന്നില്ലായിരുന്നു. അവൾ ഉടനെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. ദക്ഷ് പതുക്കെ ചെയറിലേക്ക് ഇരുന്നു. അവൻ്റെ കൈകളിലേക്ക് നോക്കി. കഴിഞ്ഞുപോയ നിമിഷം മനസ്സിലേക്ക് വന്നതും ഞാൻ എന്താ ചെയ്യാൻ പോയത്? അവൻ തല താഴ്ത്തി ചിരിച്ചു. ചെറിയ അറിയാത്തൊരു ചിരി. കാരണം ആദ്യമായി വേദ അവൻ്റെ കൺട്രോൾ തകർത്തിരുന്നു. ക്യാബിൻ പുറത്തേക്ക് എത്തിയ വേദ ദീർഘശ്വാസം എടുത്തു. എന്തായിരുന്നു അത്? ഹൃദയം ഇപ്പോഴും ശാന്തമായിട്ടില്ല. പുറത്ത് ഐഡിയ വർക്കൗട്ടായ പോലെ ഉണ്ടല്ലോ. അഞ്ജലി കളിയാക്കി. വേദ അവളെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഫയൽ. അവൾക്ക് ഓർമ്മ വന്നു. ക്യാബിനിലേക്ക് തിരിച്ചു പോകാൻ ഡോറിനടുത്തേക്ക് എത്തിയപ്പോൾ നേഹ ദക്ഷിണെ ഹഗ് ചെയ്യുന്നതാണ് അവൾ കണ്ടത്. വേദയുടെ കണ്ണുകൾ വലുതായി. അവളുടെ കണ്ണുകളിൽ മറ്റെന്തോ തീരുമാനം ഉടലെടുത്തു. കുറച്ചു മുൻപ് വേദ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ ദക്ഷിൻ്റെ ക്യാബിനിൽ വരുന്നു. ഡോർ പകുതി തുറന്നിരുന്നു. അകത്ത് നേഹ ദക്ഷിനോട് ചേർന്ന് നിൽക്കുന്നു. ദക്ഷ്, ഐ ആം റിയലി ഹാപ്പി അബൌട്ട് അവർ എൻഗേജ്മെൻറ്റ്. ദക്ഷ് ചെറുതായി ഒഴിഞ്ഞു മാറി. നേഹ, ഐ ഓൾറെഡി ടോൾഡ് യു. അത്രമാത്രം അവൻ പറഞ്ഞു. വേദ വരുന്നത് നേഹയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. നേഹ മനഃപൂർവ്വം ദക്ഷിനെ ഹഗ് ചെയ്യുന്നു. ദക്ഷും വേദയും സൈറ്റ് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് തിരികെ വരുന്നു. കാർ പതിയെ റോഡിലൂടെ പോകുന്നു. പുറത്ത് മഴ കനത്തതുപോലെ. അകത്ത് അവർ തമ്മിലുള്ള നിശബ്ദതയുടെ ഭാരം കൂടി. ദക്ഷ് ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ വേദയിലേക്ക് പോകും. വേദ വിൻഡോ സൈഡ് നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ണുകൾ പുറത്തല്ല. അവളുടെ മനസ്സ് മുഴുവനും ദക്ഷും നേഹയുടെയും കഴിഞ്ഞുപോയ നിമിഷം മിന്നിമറയുന്നു. ഒരു സഡൻ ബ്രേക്ക്. വേദ ചെറുതായി മുന്നോട്ട് വന്നു. ദക്ഷ് പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിക്കുന്നു. ആ സ്പർശനത്തിൽ രണ്ടുപേരും നിശ്ചലമായി. വേദ പതിയെ കൈമാറ്റി ഒരു ദേഷ്യം കലർന്ന ശബ്ദത്തിൽ, ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നു. ദക്ഷ് ചിരിച്ചു. എന്നിട്ട് അവൻ മെല്ലെ പറഞ്ഞു, നീ അടുത്തിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഈസിയല്ല. വേദയുടെ കണ്ണുകൾ വലുതായി. ദക്ഷ് കാർ സൈഡിലേക്ക് നിർത്തി. വേദ, എന്താ? ദക്ഷ്, ഒരു ആൻസർ വേണം. വേദ, എന്താ ആൻസർ? ദക്ഷ്, അർജുൻ നിൻ്റെ ലൈഫിൽ സീരിയസ്ലി ആണോ, അല്ലെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കഥയാണോ? വേദ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. ദക്ഷ് അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. ദൂരം കുറഞ്ഞ് ശ്വാസം പോലും അറിയുന്നത്ര അടുത്തേക്കെത്തി. അവൻ പറഞ്ഞു, എനിക്ക് ആവശ്യമുണ്ട്.
മഴ ഗ്ലാസ്സിൽ പതിക്കുന്നു. പുറം കാഴ്ചകളിൽ മങ്ങലേൽക്കുന്നു. ദക്ഷ് പതിഞ്ഞ സ്വരത്തിൽ, നീ മറ്റൊരാളുടെ ആണെന്ന തോന്നൽ എനിക്ക്. പറഞ്ഞു തീർക്കും മുമ്പ് ഒരു കാർ അവർക്ക് മുന്നിലായി നിർത്തി. ദക്ഷിന്റെ മുഖം ദേഷ്യം കൊണ്ട് മാറി. കാറിന് പുറത്തേക്ക് അർജുൻ ഇറങ്ങി. വേദ, സോറി ലേറ്റായി. ദക്ഷ് നിശബ്ദനായി നിന്നു. വേദ കൺഫ്യൂസ്ഡായി. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലെറ്റ്സ് ഗോ. വേദ ദക്ഷിനെ നോക്കി. അവൻ്റെ കണ്ണിൽ കോപവും തിരിച്ചറിയാൻ പറ്റുന്നൊരു വേദനയും. വേദ കാർ ഡോർ ഓപ്പൺ ചെയ്തു. പക്ഷേ ഇറങ്ങുന്നതിന് മുൻപ് ദക്ഷ് പതുക്കെ പറഞ്ഞു, ഐ ക്യാൻ ഡ്രോപ്പ് യു വേദ. വേദ കാറിൽ നിന്നിറങ്ങാൻ നേരം ഒരു നിമിഷം അവളുടെ കൈ നിശ്ചലമായി. പുറത്ത് അർജുൻ, അകത്ത് ദക്ഷ്. രണ്ട് ലോകങ്ങൾ പോലെ. മഴയുടെ ശബ്ദം കൂടി ശക്തമായി. അവളുടെ ഉള്ളിലെ കൺഫ്യൂഷൻ പോലെ. ദക്ഷന്റെ കണ്ണുകളിൽ അവളിൽ തന്നെ. നിൽക്കൂ എന്ന് പറയാതെ പറയുന്നത് പോലെ. അർജുൻ്റെ കൈ നീട്ടി വരൂ എന്ന് കാത്തിരിക്കുന്നത് പോലെ. വേദയുടെ ശ്വാസം ചെറുതായി കുലുങ്ങി. എന്നാൽ ഫ്ലാഷ് ബാക്കിൽ ക്യാബിനിൽ കണ്ട ഹഗ്, ദക്ഷന്റെ സ്പർശനം, അവൻ്റെ വാക്കുകൾ, നീ അടുത്തിരിക്കുമ്പോൾ. അവൾ കണ്ണുകൾ അടച്ചു. ഇനഫ്. പതുക്കെ അവൾ ഡോർ തുറന്നിറങ്ങി. അർജുൻ ചിരിച്ചു. ഫൈനലി മാഡം. അവൻ കാഷ്വലായി അവളോട് സംസാരിക്കുന്നു. കാറിനുള്ളിൽ ദക്ഷ് നിശ്ചലമായിരുന്നു. അർജുൻ ചിരിച്ചിട്ട്, സോറി വേദ, ട്രാഫിക് ഹെൽ. അവൻ കാഷ്വലായി വേദയുടെ കൈ പിടിക്കും. വേദയ്ക്ക് ആ പിടുത്തം അസൗകര്യമായി തോന്നി. അത് കാണുന്ന ദക്ഷന്റെ കൈകൾ സ്റ്റിയറിംഗിൽ ടൈറ്റ് ആവുന്നു. അവൻ ചിരിക്കാനായി ശ്രമിച്ചു. പക്ഷേ ചിരി വരുന്നില്ല. ഗുഡ് വേദ, അവൻ മനസ്സിൽ പറഞ്ഞു. സ്റ്റേ അവേ, ദാറ്റ്സ് ബെറ്റർ. പക്ഷേ അവൻ്റെ കണ്ണുകൾ അവനെ ചതിച്ചു. അവൾ പോകുന്നിടത്തേക്ക് അവൻ്റെ കണ്ണുകളും സഞ്ചരിക്കുന്നു. അർജുൻ എന്തോ പറയുന്നുണ്ട്. വേദ കേൾക്കുന്നില്ല. അവളുടെ ചെവിയിൽ ഇപ്പോഴും ദക്ഷന്റെ ശബ്ദം. ഒരു നിമിഷം അവൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. കാർ ഇപ്പോഴും അവിടെ തന്നെ. ദക്ഷ് സ്റ്റിൽ വാച്ചിങ്. ആ കണ്ണുകൾ തമ്മിൽ വീണ്ടും കാണുന്നു. ഈ പ്രാവശ്യം വാക്കുകളില്ല, എക്സ്പ്ലനേഷൻസ് ഇല്ല. പക്ഷേ പറയാത്തൊരു ചോദ്യം, മറച്ചുവെച്ച ഒരു വേദന, തുടങ്ങുന്ന ഒരു പൊസസീവ്നെസ്. വേദ പതുക്കെ മുഖം തിരിച്ചു. ഈ തവണ മനഃപൂർവ്വം. അവൾ നടന്നു പോകുന്നു. കാറിൽ ദക്ഷ് ദീർഘശ്വാസമെടുത്തു. എന്നിട്ട് പതിയെ പറഞ്ഞു, ഗെയിം ഓൺ വേദ, ഗെയിം ഓൺ. സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.